കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വെങ്ങണശ്ശേരി സ്വദേശി തയ്യിൽ വീട്ടിൽ 28 വയസ്സുള്ള ശ്രീരാഗ്, ഇയാളുടെ കൂട്ടാളി ശിവപുരം ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള പ്രദീപ്, വയലിപ്പറമ്പിൽ 43 വയസ്സുള്ള സുമേഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപ് എന്നിവരും സംഘവും അറസ്റ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ ജൂലൈ 14 തീയതി രാത്രി കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വെള്ളിയാഴ്ച ഉച്ചയോടെ ശ്രീരാഗിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് മറ്റ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ശ്രീരാഗ് ചേർപ്പ് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ്. ഓരോ സംഭവത്തിന് ശേഷവും ഊട്ടി, ബാംഗ്ലൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുങ്ങുകയായിരുന്നു പതിവ്. സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. കുറച്ചു ദിവസമായി ഒളിവിലായിരുന്ന ഇയാളെ പോലീസ് സംഘം പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു. പോലീസിനെ കണ്ട് ഓടിയൊളിച്ച പ്രതിയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ ജില്ലയിലെ ചേർപ്പ് സ്റ്റേഷനിൽ 4, നെടുപുഴ സ്റ്റേഷനിൽ 2, അന്തിക്കാട് സ്റ്റേഷനിൽ 1 കൊലപാതക ശ്രമം ക്രിമിനൽ കേസുകളിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മയക്കുമരുന്നും കേസിലും പ്രതിയാണ് പിടിയിലായ ശ്രീരാഗ്. ഇയാളുടെ കൂട്ടാളിയായ പ്രദീപും ചേർപ്പ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് SI ശ്രീലാൽ, MS ഷാജു, KS ഗിരീഷ്, ASI ജ്യോതിഷ്, മാധവൻ, സീനിയർ CPOമാരായ ES ജീവൻ, MU ഫൈസൽ, KA ഹസീബ്, സോഹൻലാൽ, അജിത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. കൊലപാതക ശ്രമം, അടിപിടി, കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട നിരവധി കേസുകളിൽ ഉൾപ്പെട്ട 3 പ്രതികളെ ഇന്ന് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രീരാഗ്, പ്രദീപ്, സുമേഷ് എന്നീ 3 പ്രതികളാണ് ഈ കേസിലേക്ക് ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത്. ഈ കേസിലേക്ക് ഇനിയും 2 പ്രതികളെ കൂടി കിട്ടാനുണ്ട്. കോടന്നൂരിൽ ബാറിലുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചേർപ്പ്, നെടുപുഴ, അന്തിക്കാട്, എറണാകുളം സെൻട്രൽ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ വാറണ്ട് നിലവിലുണ്ട്. അവിടെ പലപ്പോഴായി പല കേസുകളിലും പ്രതികളാണ്. കാപ്പ ഉൾപ്പെടെയുള്ള കരുതൽ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും.